ഞാൻ തളിപ്പറമ്പിൽ നാളെ 12 മണിക്ക് നോമിനേഷൻ കൊടുക്കാൻ, സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനൊരു തീരുമാനം ഞാൻ എടുക്കാനുണ്ടായ സാഹചര്യം, ഈ പ്രാവശ്യം വളരെ നല്ല ഭൂരിപക്ഷത്തിൽ UDFന് ജയിക്കാൻ പറ്റുന്ന ഒരു 10-25,000-ഓളം വോട്ടുകൾ, അതൊരു വാക്കായി മാത്രം പറയുന്നില്ല. ഇതിൻ്റെ അടിത്തട്ടിൽ ഞാൻ കാര്യങ്ങൾ പഠിച്ചപ്പോഴാണ് നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റുന്ന സീറ്റ്. LDFൻ്റെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ 2 ദിവസം മുമ്പ് പാർട്ടി വിട്ട് പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ സ്വതന്ത്രനായി നിർത്തി അതിന് കോൺഗ്രസ് UDF പിന്തുണ കൊടുക്കാം എന്ന് തീരുമാനിച്ചത് അത് ഒരു തരത്തിലും ഈ നാട്ടിൽ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല, വോട്ടർമാർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ നിർബന്ധം, അവരുടെ ആവശ്യപ്പെട്ടതനുസരിച്ച്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആണ് ഞാൻ നാളെ നോമിനേഷൻ കൊടുക്കാതെ. ആരെങ്കിലും ഇതുപോലെ നടപടികൾക്കൊരു പ്രതികരണം ആരുടെയെങ്കിലും ഭാഗത്ത് ഉണ്ടാവണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ തീരുമാനത്തിൽ മാറ്റമില്ല. എന്തായാലും ജയിക്കാൻ കഴിയുന്ന രീതിയിലാണ് എൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ജനങ്ങളുണ്ടാവും, വോട്ടർമാരുണ്ടാവും. ഇവിടെ വിജയിക്കണമെന്നില്ല. തളിപ്പറമ്പിൻ്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു മാറ്റിമറിക്കൽ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ ഒരുമിച്ച് കൊണ്ടുപോട്ട് ഞങ്ങൾ ഈ തളിപ്പറമ്പിൻ്റെ നിയോജകമണ്ഡലത്തിൽ ആവശ്യം പിടിച്ചെടുക്കും. ആ രീതിയിൽ മുന്നോട്ടുള്ള പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്.